കഴിഞ്ഞ വീഡിയോയുടെ ഇൻട്രോ ഞാൻ ഓർക്കുന്നുണ്ട്. അഫ്സലെ മോനെ നീ ചെയ്തത് ഭയങ്കര ബോറ് പരിപാടിയായി പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഇൻട്രോ തുടങ്ങിയത്. പക്ഷേ ഈ വീഡിയോയിൽ ഇൻട്രോ പറയാനായിട്ടുള്ളത് അഫ്സലെ മോനെ, അഫ്സൽ അമീർ, ഐ എം റിയലി സോറി. കാര്യം ഞാൻ പറഞ്ഞതിൽ ചില കാര്യങ്ങളിൽ തെറ്റുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഐ ആം സോറി ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. ദിസ് ഈസ് RJ ആൻഡപ്പൻ. എഗെയിൻ ഒന്നും കൂടെ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. എന്തിനാണ് വീണ്ടും പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും അവിടെ ഇരിക്കട്ടെ. ഇത് വലിയ പ്രിപ്പയർഡ് ആയിട്ടുള്ളതൊന്നുമല്ല. കുറേ നേരത്തെ ഫോൺ വിളികൾക്ക് ശേഷമുള്ള ഒരു വീഡിയോ റെക്കോർഡിംഗ് ആണ് കേട്ടോ. അത് കാരണം ഞാനേ ഒരു അവിഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത്. പലയിടങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ തല പുകഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു കുറേ കോളുകൾ നടത്തിയിട്ടിരിക്കുകയാണ്. എനിവേസ്, പക്ഷെ ഞാൻ പറയാനുള്ളത്, ഇപ്പോൾ ഈ വീഡിയോ മുഴുവൻ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ നമ്മുടെ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ തന്നെ നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം അതിൻ്റെ മോനെന്ന് നിങ്ങൾ തന്നെ അറിയാതെ എന്നെ നോക്കി പറഞ്ഞു പോകും, അല്ലെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയും. അതെനിക്കറിയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോയിൽ നിന്ന് ഒരു ചെറിയ തിരുത്തലോടുകൂടി തന്നെയാണ് ഈ വീഡിയോ വരുന്നത്. സോ ഞാൻ ആ കമൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ക്ലാരിഫിക്കേഷൻ, എന്തിനാണ് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ അഫ്സലിനോട് സോറി പറഞ്ഞത്, അതാണല്ലോ ഇതിലെ ഏറ്റവും വലിയ വിഷയം. അപ്പോൾ അഫ്സലിനോട് സോറി പറഞ്ഞതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ തെറ്റുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ മുഴുവൻ ആദ്യമായിട്ട് പറയാം. ഇത് എങ്ങനെ എന്തുകൊണ്ട് നിങ്ങളിത് വിശ്വസിക്കണം, കാരണം നേരത്തെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയില്ല. അപ്പം നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വിവിയും അഫ്സലും ഇവരൊരുമിച്ചായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് സംസാരിച്ചു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചു. ഇന്നലെ ഈ കേസ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആളുമായിട്ട് ഞാൻ സംസാരിച്ചു. അല്ലാതെയും കുറച്ച് പോലീസ് ഓഫീസേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ജാസ്മിൻ്റെ സർക്കിളിലുള്ള ക്ലോസ് സർക്കിളിലുള്ള 2-3 പേരുമായിട്ടും ഞാൻ സംസാരിച്ചു. സോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ന്യായമായിട്ടുള്ള അതിൻ്റെ ക്ലീൻ ആൻഡ് ഒരു സംഭവം ഞാൻ പറയാം. ഈ പറയുന്ന പോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇൻസ്റ്റഗ്രാം ആണെന്നാണ് എൻ്റെ വിശ്വാസം. അത് പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് അത് അഫ്സലിൻ്റെ കയ്യിലായിരുന്നു ഈ പറയുന്ന പോലെ തന്നെ മെയിലും പാസ്വേഡും കാര്യങ്ങളും എല്ലാം. പക്ഷേ ഈ പറയുന്ന സംഭവം ഇതിന് ഞാൻ ക്ലാരിറ്റി തരുന്നതിന് മുമ്പ് എന്തായാലും ആദ്യം ഈ സംഭവം ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ പാസ്വേഡ് ലോഗിൻ ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞ് അഫ്സലിനെ കുറേ തവണ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അഫ്സൽ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികം ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ എല്ലാ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഫ്സൽ കോൾ എടുക്കണം എന്ന് പറയുന്നതിൽ ഒരു ന്യായീകരണവും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരടുത്ത ദിവസം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു. ദിയാസനയും ജാസ്മിൻ്റെ ഫ്രണ്ട് റസ്മിനും ഉണ്ടായിരുന്നു എന്നാണ് എനിക്കറിയണത്. പക്ഷേ എനിക്ക് കൃത്യ റസ്മിനെ കുറിച്ച് എനിക്കറിയില്ല. ഏതൊരു ഫ്രണ്ട് ഉണ്ടെന്നും കൂടെ ഞാൻ അറിഞ്ഞു. പിന്നെ ഫാമിലിയും ആണ് പോയി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അഫ്സലിനെ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു നോക്കി. പക്ഷേ അഫ്സൽ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അഫ്സലിൻ്റെ അമ്മയായിട്ട് കോൺടാക്ട് ചെയ്തു. അമ്മ അഫ്സലിനെ വിളിച്ചു. അവിടുന്ന് ശേഷം പിന്നീട് അഫ്സൽ ഈ പറയുന്ന പോലെ തന്നെ SIയെ തിരിച്ച് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ആ വോയിസ് ക്ലിപ്പ് ആക്ച്വലി അഫ്സൽ എന്നെ കേൾപ്പിച്ചു കേട്ടോ. അഫ്സലുമായിട്ട് ഞാൻ കുറേ നേരം സംസാരിച്ചു. അഫ്സൽ എന്നെ കേൾപ്പിച്ചു. അപ്പോൾ അതിനകത്ത് അഫ്സൽ അത് പറഞ്ഞു. എന്തായാലും അത് കേസ് രജിസ്റ്റർ ചെയ്യുകയോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ആദ്യത്തെ ഒന്ന് ക്ലിയർ ചെയ്യാണ്. അതിൽ കേസോ കാര്യങ്ങളോ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് ഒത്തുതീർത്തു. 2 കൂട്ടരും കൂടെ അത് ഒത്തുതീർത്തു. ഇനി രണ്ടാമത്തെ വിഷയം, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അഫ്സൽ സ്റ്റേഷനിൽ വന്ന് കരഞ്ഞു മെഴുകി പാസ്വേഡ് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന പോലെ തന്നെ അഫ്സൽ കരയുകയോ മെരുകയോ സംഭവമൊന്നുമല്ല. അഫ്സൽ ഫോൺ ത്രൂ ആണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ പറയുന്ന പോലെ തന്നെ വിളിച്ചു. ആ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേസ് ക്ലോസ് ആയി, എടുത്തിട്ടില്ല. അങ്ങനെ അത് തീർന്നു. എന്തായാലും ഇതിൽ ഞാൻ അഫ്സലിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ ന്യായം എന്താണ്, ശരി എന്താണെന്നുള്ളത് അറിയണമല്ലോ. ഞാനല്ല അഫ്സലിനെ വിളിച്ചത്, വിവി ഹിയർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിവി അഫ്സലുമായിട്ട് സംസാരിക്കാമെന്ന് ചോദിച്ചു. ഞാനും അഫ്സലും വിവിയും കൂടെ കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ അഫ്സൽ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് മാറ്റി കൊടുത്തതും ഈ പറയുന്ന പോലെ മെയിൽ ID കൊടുത്തിരിക്കുന്നതും ജാസ്മിൻ തന്നെയാണ്. അതിനുള്ള സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ അഫ്സലിൻ്റെ ചാറ്റിലൂടെ കണ്ടു. പക്ഷേ ഈ പറയുന്ന പോലെ എനിക്ക് അവനത് പുറത്ത് വിടാൻ ഇപ്പം താല്പര്യമില്ല.
സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അത് ഇത് ഞാനല്ലല്ലോ അതിനകത്ത് ക്ലാരിറ്റി തരേണ്ട ആൾക്കാർ. അപ്പോൾ എന്തായാലും എനിക്കറിയാൻ പറ്റിയത് ഈ പാസ്വേഡും കാര്യങ്ങളും എല്ലാം ജാസ്മിൻ തന്നെയാണ് അഫ്സലിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നീട് ഈ പറയുന്ന പോലെ പാസ്വേഡ് ചേഞ്ച് ചെയ്തോ അല്ലെങ്കിൽ ഈ ബാക്കി സംഭവങ്ങളുണ്ടായോ ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ധാരണയില്ല കേട്ടോ. കാരണം അതൊക്കെ പിന്നീട് നടന്നുള്ള സംഭവമാണ്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് എടുത്തിട്ടില്ല. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ ഈ സംഭവം നടന്നിട്ടില്ല. ഇനി ഞാൻ എന്തിനാണ് ഈ മറ്റൊരു ക്ലാരിറ്റി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരുപാട് പേര് ആക്ച്വലി ഇപ്പോൾ ജാസ്മിനെ വെളുപ്പിക്കാനായിട്ട് ഞാൻ എന്തോ PR എടുക്കുന്നു, എന്താണ് ജാസ്മിൻ്റെ മൂഡ് താങ്ങിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകൾ താഴേക്ക് എൻ്റെ വീഡിയോയുടെ താഴെ വരുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുന്നത്തെ വീഡിയോസൊന്നും നിങ്ങളാരും കണ്ടിട്ടില്ല. അതിലൊക്കെ ഞാൻ ജാസ്മിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളാണ്. ഈ പറയുന്ന പോലെ അഫ്സലിൻ്റെ വിഷയത്തിൽ അഫ്സലിൻ്റെ സൈഡിൽ ന്യായമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും ക്ലാരിറ്റി തരേണ്ട ആൾ ഞാനേ അല്ല. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പോലീസുകാരുമായിട്ട് സംസാരിച്ചു, ഈ പറയുന്ന പോലെ ഇവർ ജാസ്മിൻ്റെ സൈഡിലുള്ളവരുമായിട്ട് സംസാരിച്ചു, ആൻഡ് അഫ്സലും വിവ്യു ആയിട്ടുള്ളവരുമായിട്ട് സംസാരിച്ചു. ജാസ്മിനായിട്ടുള്ളവർ ഡയറക്റ്റ് ആയിട്ടുള്ളവരായിട്ടുള്ള സംസാരിച്ചത്. കാരണം എനിക്ക് വയ്യ, ഇനി ഏത് സൈഡ് വിശ്വസിക്കണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ്. കാരണം ചില സാധനങ്ങൾ നമ്മൾ പ്യുവറായിട്ട് വിശ്വസിച്ച് നമ്മൾ അതുപോലെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളിൽ തെറ്റ് വരും. അപ്പോൾ അത് ഞാൻ എന്തായാലും തിരുത്തി ഈ കാര്യം ക്ലിയറായും തോന്നുന്നു. എന്തായാലും താഴെ വന്ന് തന്തയ്ക്ക് വിളിയോ തള്ളക്ക് വിളിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യൂ. എന്തോന്നറിയാം, അതൊന്നും വേണ്ട വെറുതെ. അപ്പോൾ എന്തായാലും അതിലൊരു ക്ലാരിറ്റി തരാനായിട്ടാണ് വന്നത്. ആൻഡ് അഫ്സലിനോട് ഞാൻ ഓൾറെഡി കോളിൽ സംസാരിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതിലൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ക്ലാരിറ്റി വരണം എന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ സൈഡിൽ നിന്നല്ല വരേണ്ടത്. ഇതൊന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അഫ്സലോ അല്ലെങ്കിൽ ജാസ്മിനോ ആണ് വന്നിരുന്ന് ഇതിനകത്ത് എന്താണ് സംഭവം, ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയാണ്, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയേണ്ടത് അവരാണ്. ഇതിൽ ഞാനല്ല. എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. താങ്ക് യു ഗൈസ്. ഇന്ന് ഞാൻ ആക്ച്വലി പെട്രാക്സ് ബോയും ദിയ സനയുടെയും വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല. നോക്കട്ടെ, പറ്റിയാൽ നാളെ ചെയ്തിടാം. അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. താങ്ക് യു ഗൈസ്.